ചെറുക്കനും വലിയും സാക്ഷികൾ രണ്ടെണ്ണവും ഉണ്ടെന്നു വന്നാൽ രജിസ്റ്ററായി കല്യാണവും. കാര്യത്തിനിതു മതിയെന്നു വന്നാൽ പിന്നെ ആർഭാടത്തിൻ്റെ ആവശ്യമെന്താ പൊന്നേ. വിളിച്ചൊന്നു കൂട്ടാതെങ്ങനാ നടത്തുന്നത് എന്നുള്ള ചിന്തയിലാ ജനം കുഴയുന്നത്. സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും ചിന്തിക്കിത്. പണം ദൂർത്തടിച്ചിട്ടെന്തിനാണുരുകുന്നത്. വെള്ളത്തിലും ഇസ്രാഫ് പാടില്ലെന്ന പുഴവക്കിലാണവനെങ്കിലും ശരി തന്നാ. ഒരു ഭൂമി വാങ്ങാൻ പത്രവില 300 മതിയെന്നു വന്നാൽ എന്തിനാണ് 600. മഴുവെന്തിനാ ചെറുകമ്പുകൾ മുറിക്കാൻ, വാർപ്പെന്തിനാ ഇരുനാഴി അരി വെക്കാൻ. കൈവണ്ടി ഒരു കട്ടയ്ക്ക് വേണ്ടിയിട്ടെന്തിന്, അതുപോലെ ലോറിയുമെന്തിനാ വെറും 10. ഒരു ചെറിയ തൂണ് വലിക്കുവാൻ ആനെന്തിനാ, ഈർക്കിലിനി ഓല മുറിക്കടാ തെങ്ങെന്തിനാ. വാളെന്തിനാ ഒരു കോഴിയെ അറുക്കാൻ, ശരിയാണ് പഴമൊഴി വൽ ജുനൂൻ ഫുനൂന്. ഏതൊന്നിലും നബിക്കിഷ്ടമുള്ളത് ഐസറ, അതുപോലെ ഹഫും തന്നെയാണ് ബിലം തിറ. റൂഹുൽ ബയാൻ നീ നോക്ക് 10ൽ വന്നതാ, 57-ാം പേജ് അതിൽ പറയുന്നതാ. വലിമത്തിന് ധനാഠ്യനും ഒരു ആട് മതി സോദര, അതുകൊണ്ട് തീർന്നിടപാട്. പോക്കറ്റ് മണി വാങ്ങിച്ചതും കളയാതിരി, വെറുതെ ലഭിച്ചെന്നോർത്ത് നീ തുലക്കാതിരി. ഒരു രേഖയും ഇല്ലാത്തതായാലും ധനം പെണ്ണിൻ്റെ ഹക്കാ, ചോദ്യമുണ്ടെന്നേ ദിനം. പോക്കറ്റ് മണി കൊണ്ടവരൻ നളിക്കുന്നത്, ആർഭാടം അതുകൊണ്ടാണ് തല പോക്കുന്നത്. അതുകൊണ്ടിതിനും കൂടി പണ്ടം നൽകണം, അല്ലാത്ത പക്ഷം മറ്റിനത്തിൽ ചേർക്കണം. അത് ദൂർത്തടിക്കാൻ എന്തിനാ കൊടുക്കുന്നത്, കേൾക്കാതെ വന്നാൽ അവനെയാ തള്ളേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ആവശ്യം നടത്തുന്ന ആവാവിനിടയിൽ ജനിക്കരുതെന്ന.